ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു തരാന്ന് പറഞ്ഞ് എന്റെ മാല മേടിച്ചതിന് വേണ്ടി 5 മാസമായി. എന്തേ എന്റെ മാല? ഇപ്പൊ കച്ചവടം ഒന്നും നടക്കാത്തോണ്ടല്ലേ, എടുത്തു തരാടി. എടാ, അടുത്ത ആഴ്ച എന്റെ കസിന്റെ കല്യാണം. മാല എന്തെന്ന് എന്തായാലും ചോദിക്കും. അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. എനിക്ക് എന്തായാലും അടുത്ത ആഴ്ച സാധനം കിട്ടണം. മര്യാദയ്ക്ക് മഴ പെയ്താലേ കോട്ട് വിറ്റ് പോകത്തുള്ളൂ. ആകെ 250 കോട്ടാ വിറ്റ് പോയത്. എനിക്ക് കുറച്ചുകൂടി സമയം ഞാൻ എടുത്തു തരാം. എടാ, നീ എന്റെ ഭാഗത്തുനിന്നും കൂടെ ഒന്ന് ആലോചിക്ക്. എത്ര നാളെ ഞാൻ വീട്ടിൽ കള്ളം പറയുന്നറിയോ മാല ചോദിക്കുമ്പോഴേക്കും. ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്ക് എടുത്തു തന്നേ പറ്റുള്ളൂ. നിനക്ക് കല്യാണത്തിന് ഒരു മാല കിട്ടണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്നാ കൈ ഒന്ന് നീട്ടിക്ക്. എന്തിനാ? നീ എടുത്തായിരുന്നോ? പിന്നെന്താ പറയാതിരുന്നേ? പോടാ. അല്ലല്ലോ, നീ എടുത്തരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ആ വിശ്വാസം നല്ലതാ. തൽക്കാലം നീ മുക്കോണ്ടം അഡ്ജസ്റ്റ് ചെയ്യും. കല്യാണത്തിന് 3 വരെയുള്ള കുഴപ്പമല്ലേ ഉള്ളൂ. മുക്കോണ്ടോ? അപ്പന്റെ മാല? എന്റെ മാല അടുത്ത മാസം എടുത്ത് വരും. കേരളത്തിൽ എന്തായാലും ഇനി റെയിൻകോട്ട് കച്ചവടം പച്ചപിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ? ചിറാപ്പുഞ്ചി, അതാണ് എന്റെ പുതിയ ബിസിനസ് സ്പോട്ട്. അതിന് തീർച്ചയായിട്ടും എനിക്ക് ഇതിന്റെ സഹായം കൂടെ വേണം. അപ്പൊ എന്റെ വീട്ടിന് പോയി